നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ യാത്ര നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടിയിട്ടാണ്. കട്ടപ്പനയിൽ നിന്നും അടുത്തുള്ള നിർമ്മല സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇത് ലോക്കലി കുറിഞ്ഞിമല എന്നാണ് അറിയപ്പെടുന്നത്. പല സമയത്തും ഇവിടെ നീലക്കുറിഞ്ഞി പൂക്കാറുണ്ട്. നമ്മൾ ഇവിടേക്ക് എത്തുന്നത് അതിരാവിലെയാണ്. അതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ട്, മഞ്ഞുണ്ട്. നല്ല ഒരു അടിപൊളി കാലാവസ്ഥയാണ്. നിങ്ങൾ രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു കാലാവസ്ഥ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഇടുക്കി ഡാമിലെ വെള്ളമാണ് കാണുന്നത്. പക്ഷേ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുണ്ട്. ഇടയ്ക്ക് മഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ കണ്ടോ ഫുള്ള് മഞ്ഞ് മൂടിയിരിക്കുന്നു. അങ്ങനെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു കാലാവസ്ഥയാണ് അവിടെ രാവിലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മഞ്ഞൊക്കെ മാറി നല്ല തെളിഞ്ഞ ആകാശം കിട്ടും. അപ്പൊ നമുക്ക് ദൂരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്കിനി കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് ഈ മഞ്ഞൊക്കെ ഒന്ന് മാറിയിട്ട് കാണാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ മഴയൊക്കെ പോയി, മഞ്ഞൊക്കെ മാറി. ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ വിഷ്വൽസും കാണാൻ കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു. നല്ലപോലെ അത്യാവശ്യം തിരക്കായി തുടങ്ങി. ഇനി നമുക്ക് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇനി കുറച്ച് ദൂരം നമുക്ക് നടന്നിട്ട് വേണം കേട്ടോ നമ്മുടെ നീലക്കുറിഞ്ഞി പൂത്ത സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം ഏകദേശം ഒരു പകുതി ദൂരമായി. ഇനിയും ഒരു 10-20 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ നീലക്കുറിഞ്ഞി പൂത്ത സ്ഥലത്ത് എത്തും കേട്ടോ. ആ കാണുന്ന മലയുടെ ഏറ്റവും മേളിലാണ് നമുക്ക് എത്തേണ്ടത്. അവിടെയാണ് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. നമ്മളങ്ങനെ അവസാനം നമ്മളെ നീലക്കുറിഞ്ഞി പൂത്ത സ്ഥലത്തെത്തി. ഇതിപ്പോ പൂത്തിട്ട് അധിക നാളായില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇതിപ്പോ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഈ പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങും. ഇതെല്ലാം ഇതുണ്ട് ഒരു ബേസിക്കലി ഒരു കുറ്റിച്ചെടി പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഈ കുറ്റിച്ചെടിയുടെ നടുഭാഗത്ത് കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കും. അങ്ങനെ ഇത് ചവിട്ടി നശിപ്പിച്ച് കളയും. അപ്പോൾ പിന്നീട് വരുന്നവർക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇത് ഈ പൂ പറിച്ചോണ്ട് പോകും. നമുക്ക് ചിലപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാം. പല തണ്ടിനെയും അറ്റത്തില്ല ഒടിച്ചോണ്ട് പോയിരിക്കുകയാണ്. നമ്മള് ഇതിന് മുന്നും ഈ ഭാഗത്ത് തന്നെ ഇതിന്റെ അങ്ങേ മലയിൽ പണ്ട് പൂത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളിവിടെ വന്നതാണ്. പക്ഷെ ഇതുണ്ട് ഇപ്പൊ ഈ ഒരു വ്യൂ നിങ്ങൾ നോക്കിക്കേ. എന്നാ രസമാന്ന് നോക്കി. ആ ഇടുക്കി ഡാമിന്റെ വെള്ളവും ഈ നീലക്കുറിഞ്ഞിയുമൊക്കെ നിൽക്കുന്ന ഒരു ഫ്രെയിം ഒരു രക്ഷയില്ലാത്ത ഒരു ശരിക്കും നമുക്കൊരു നല്ലൊരു റീഫ്രഷിങ് ഫീലാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇടുക്കിയിൽ തന്നെ ഇതിനു മുന്നും പല സ്ഥലങ്ങളിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചതുരംഗപ്പാറ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഒത്തിരി ഏരിയയിൽ അത് പൂത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പക്ഷെ നമുക്ക് അത്ര അധികം കാണാൻ പറ്റത്തില്ലെങ്കിൽ തന്നെയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു നഷ്ടമല്ലാത്ത ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഇതുണ്ടോ മേലോട്ടൊക്കെ അത്യാവശ്യം നിപ്പുണ്ട്. അത്രയധികം തിങ്ങി നിറഞ്ഞിട്ടല്ല, ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ചില സ്ഥലങ്ങളൊക്കെ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ ഫുള്ള് തിങ്ങി നിറഞ്ഞ് നിൽക്കും. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇത് ബേസിക്കലി ഒരു കുറ്റിച്ചെടി പോലെയാണ് കേട്ടോ. ഇത് ഓരോ ചോടായിട്ടാണ് നിൽക്കുന്നത്. ഇതുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാം. ചിലയിടത്തൊക്കെ ആൾക്കാർ ചവിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നീലക്കുറിഞ്ഞി കാണാൻ വരുന്നത് മാക്സിമം നശിപ്പിക്കാതിരിക്കാൻ നോക്കുക. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഇത് കാണാനായിട്ട് വളരെ ആഗ്രഹത്തോടെ വേറെ ആൾക്കാരും വരുന്നുണ്ടാവും. അപ്പൊ അവർക്കും അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുക.